ഹലോ, അപ്പോൾ ദേ നമ്മൾ വീണ്ടും ഒരു കല്യാണ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത്തവണ നിഖിലേട്ടൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച എൻ്റെ കസിൻ്റെ ആയിരുന്നു. ഈ പ്രാവശ്യം നിഖിലേട്ടൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇത് വെള്ളിയാഴ്ച ഉള്ള വീഡിയോ ആണ്. വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 7 മണി 8 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് കേട്ടോ. ഇവിടെ ആയുട്ടിയും ഏട്ടൻ്റെ മോനുണ്ട് അച്ചു, അവനും കൂടെ കളിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പന്തലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കല്യാണപ്പെണ്ണിന് മൈലാഞ്ചിയൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ ഇതേ മഞ്ജുവിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. മഞ്ജുവിനും അനിയത്തിയുണ്ട് അച്ചുവിനും പിന്നെ ഞങ്ങളുടെ ഏട്ടൻ്റെ മോൾക്കും മൈലാഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. മഞ്ജു അങ്ങനെ കയ്യിൽ മൈലാഞ്ചി ഒന്നും ഇടാറില്ല, അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇടുന്നത്. അവൾ ഫോട്ടോ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണിൽ. അപ്പോൾ ഫോണിൽ ഫോട്ടോ നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെയാണ് കേട്ടോ നമ്മുടെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഉള്ളത്. ഇതാണ് കേട്ടോ മഞ്ജുവിൻ്റെ അനിയത്തി. ഇനിയിപ്പോൾ ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ. ഇവരുടെ കല്യാണം മെയ് 4, 5 ദിവസങ്ങളിലായിട്ടായിരുന്നു. അപ്പോൾ ഇത് മെയ് 4 ശനിയാഴ്ച ഉള്ള വീഡിയോ ആണ് കേട്ടോ. ശനിയാഴ്ച വൈകിട്ട് മഞ്ജു ഫുള്ള് ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പഴശ്ശിരാജ മ്യൂസിയം വരുന്നത്. അപ്പോൾ അവിടെയാണ് പോയിട്ടുള്ളത്. ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴേക്ക് പാർട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗസ്റ്റുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു 7 മണിയൊക്കെ ആവാറായപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഞാനും നിഖിലേട്ടനും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. ആയുട്ടി ഫുള്ള് കളിയിലാണ് കേട്ടോ. ആയുട്ടിയും അച്ചുവേട്ടനും ഫുള്ള് കളിയിലാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഏട്ടനും ഏച്ചിയും ഒക്കെ ഡോക്ടറെ അടുത്ത് പോയതാണ് കേട്ടോ. മോൾക്ക് ചെറുതായിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഏതായാലും ഡോക്ടറെ കാണിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നിഖിലേട്ടൻ്റെ അമ്മ. ഞങ്ങൾ അവർ വരാത്തതിനെ പറ്റിയിട്ട് ഇങ്ങനെ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ വരാനുണ്ട് കേട്ടോ. അവർക്കൊക്കെ കല്യാണം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വരാറായിട്ടുണ്ട്. അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ കുക്കുമോളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവർ ഒരേ സമയത്താണ് കേട്ടോ എത്തിയത്. ഇനിയിപ്പോൾ ഇവർ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഞാനപ്പോൾ കുക്കുമോൾക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് കേട്ടോ. അവൾക്ക് ഗീ റൈസൊക്കെ ആയിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാരി കൊടുത്താൽ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കഴിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ അവരൊക്കെ തിരിച്ചു പോയി കേട്ടോ. അതിനുശേഷം പിന്നെ ഞാനും നിഖിലേട്ടനും ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോഴേക്കും ഏട്ടനും ചേച്ചിയൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ മോനും മോളുമാണ് കേട്ടോ. മോൻ്റെ പേര് ആര്യൻ എന്നാണ്, മോളെ പേര് അൻവിത എന്നാണ് കേട്ടോ. അപ്പോൾ അച്ചുവിന് വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ടൈമായിട്ടുണ്ട് കേട്ടോ. അധികം ആളുകളൊക്കെ വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. പാർട്ടിയൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ചിരിച്ചിട്ട് ഇവിടെ വേദന എടുക്കണ്ടോ? ചിരിച്ചിട്ട് ഇവിടെയൊക്കെ വേദന എടുക്കണ്ടാവില്ലേ? ഓക്കെ, ഇനി നാളെ ഓൾ ദി ബെസ്റ്റ്. നാളത്തേക്ക് ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? ചിരിച്ചിട്ട് ഇവിടെയൊക്കെ വേദന എടുക്കണ്ടാവില്ലേ? റിവ്യൂ. എവിടെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടോ? നാളെ അച്ചു ആയു രണ്ടുപേരും എങ്ങനെ ഉണ്ടായിരുന്നു? ആർമാദിച്ചു ഞങ്ങൾ. അതെ, എങ്ങനെ ഫോട്ടോയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഫോട്ടോയിൽ പങ്കെടുക്കാൻ എന്ത്? അത് വേണ്ട, ഇനി മതി. അയ്യോ, സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇറങ്ങല്ലേ 20 പ്രാവശ്യം വീഴും. മോളവിടെ നിന്നോ. ഇപ്പോൾ പന്തലിലൊക്കെ കണ്ടോ, ആരുമില്ല, ഫുള്ള് കാലിയായിട്ടുണ്ട്.
ഇനിയിപ്പോൾ കുട്ടികളുടെ ഡാൻസൊക്കെയാണ് കേട്ടോ. ഡാൻസ് എനിക്ക് വേറെ ഇത് അപ്പോൾ അതേ കുട്ടികളുടെ ഡാൻസൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും പോയി കേട്ടോ. ഇനിയിപ്പോൾ നമ്മളും കൂടെ ഇറങ്ങാനുള്ളൂ. നമ്മളും ഇപ്പോൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നാളെ രാവിലെ 10:30-യും 11:30-യും ഇടയിലായിട്ടാണ് മുഹൂർത്തം വരുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോയിട്ട് നാളെ രാവിലെ വരും കേട്ടോ. എല്ലാവരും ഒരുങ്ങി 10:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തണം. അപ്പോൾ ഇതേ ഞായറാഴ്ച മഞ്ജു ഇതേപോലെയാണ് കേട്ടോ ഒരുങ്ങിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. മഞ്ജു കുറച്ച് സിമ്പിളായിട്ടുള്ള ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞ പോലെ തന്നെ ബ്യൂട്ടീഷ്യൻ നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ട് ഒരുക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഫോട്ടോസൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വന്നു കേട്ടോ. ചെക്കൻ്റെ പേര് സാരംഗ് എന്നാണ്. അപ്പോൾ സാരംഗിൻ്റെ വീടൊക്കെ വരുന്നത് വടകര പയ്യോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെക്കനെ അകത്തേക്ക് സ്വീകരിക്കാനായിട്ട് താലൊക്കെ ആയിട്ട് പോയതാണ്. ഇനിയിപ്പോൾ സാരംഗിനെ സ്വീകരിച്ച് സ്റ്റേജിലിരുത്തിയ ശേഷം ഇതേപോലെ മഞ്ജുവിനെ അകത്തുനിന്ന് സ്വീകരിച്ച് കൊണ്ടുവരും കേട്ടോ സ്റ്റേജിലേക്ക്. അതിനുശേഷം പിന്നെ കല്യാണമാണ്. സാരംഗിൻ്റെയൊക്കെ വീട് വരുന്നത് വടകരയാണ് കേട്ടോ. വടകര പയ്യോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവർ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. 10:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തണമെങ്കിൽ നേരത്തെ ഇറങ്ങേണ്ടി വരും. ഇനിയിപ്പോൾ മഞ്ജുവിനായിട്ട് ഇതാ നമ്മൾ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം കല്യാണം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഇപ്പോൾ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണം ഇരുന്നിട്ടാണ് താലി കെട്ടുന്നത്. അതുകൊണ്ട് വീഡിയോയിൽ അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. ഇത് നിഖിലേട്ടൻ വീഡിയോ എടുത്തതാണേ. നിഖിലേട്ടൻ കുറച്ച് ബാക്കിലേക്കായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ അധികം കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനും ചേച്ചിയൊക്കെ ഫ്രണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് കല്യാണമൊക്കെ കാണാൻ പറ്റി. ഞങ്ങളിത് ഈ സൈഡിലായിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഏട്ടൻ്റെ ഫോണിലെടുത്ത വീഡിയോ ആണ്. അപ്പോൾ നന്നായിട്ട് കല്യാണമൊക്കെ കാണാൻ പറ്റി. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം സ്റ്റേജിൽ ഇനിയിപ്പോൾ 3 പ്രാവശ്യം വലം വയ്ക്കുകയാണ് കേട്ടോ. അതിനുശേഷം കുങ്കുമം ചാർത്തലും പിന്നെ കന്യാദാനമൊക്കെ കഴിയും. അതിനുശേഷം കല്യാണം പൂർത്തിയാവും കേട്ടോ. അപ്പോൾ ഇതേ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിഖിലേട്ടൻ്റെ ആൻറ്റിയും മോളും ഒക്കെയാണ്. അവർ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ അമ്മമ്മമാരൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ നമ്മളൊക്കെ ഫോട്ടോ എടുത്തു. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഏട്ടനും ചേച്ചിക്കും അതിനുശേഷം വീണ്ടും ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. മോൾക്ക് ഇന്നുകൂടെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അച്ചുവാവ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഫുഡ് കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മളുടെ ഇലയൊക്കെ എത്തി. പിന്നെ അതിൽ കറികളൊക്കെ വിളമ്പി ഫുഡൊക്കെ കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ചോറും സാമ്പാറും ഒക്കെ വിളമ്പി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്ക് 2 തരം പായസമൊക്കെ എത്തി കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മഞ്ജുയൊക്കെ ഇനി ഇറങ്ങുകയാണ് കേട്ടോ. ഇവർ സാരംഗിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ മഞ്ജു പോയി കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മളിവിടുന്ന് സാരംഗിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോകാനായിട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ അതേ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ സാരംഗിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. ബസ്സിന് ആളുണ്ട്. അപ്പോൾ നമ്മൾ ചൂടും പിന്നെ ആയുട്ടിയൊക്കെ ഉച്ചയ്ക്ക് അധികം സദ്യയൊന്നും കഴിച്ചിട്ടില്ല. പായസം മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വോമിറ്റ് ചെയ്യുമോയെന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി ബസ്സിലൊക്കെ ആളുണ്ട് കേട്ടോ. നമ്മൾ സാരംഗിൻ്റെ വീട്ടിലെത്തിയിട്ട് പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അവിടുന്ന് അവർ ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെയാണ്. അവിടുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ സാരംഗിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് കടലുണ്ട്. അപ്പോൾ കുട്ടികൾ തിരിച്ച് വരുമ്പം ബീച്ചിൽ പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. സൈഡിൽ നിന്നിട്ട് ജസ്റ്റ് കണ്ട്
കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് നിന്ന് അതിന് ശേഷം തിരിച്ച് വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും രാത്രിയാവും. അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ നനഞ്ഞ് അസുഖമൊന്നും വരണ്ട എന്നുള്ളതിൽ നമ്മളങ്ങനെ ഇറങ്ങിയിട്ടില്ല. അവിടെ നിന്ന് കുറച്ച് നേരം കണ്ടു. അപ്പോൾ അതേ രണ്ടുപേരും കടൽ നോക്കി നിൽക്കുകയാണ്. ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ കല്ലൊക്കെ ഇട്ട് കെട്ടി വെച്ചതുകൊണ്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ നനഞ്ഞാൽ നമ്മൾ രാത്രിയാവും വീട്ടിലെത്തുമ്പോഴേക്കും. അതുകൊണ്ട് വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയായിട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ. അതിന് മുന്നേ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ സൺസെറ്റൊക്കെ ആവാനായതുകൊണ്ട് നല്ല ഭംഗിയുള്ള വീഡിയോ ഒക്കെ കിട്ടി കേട്ടോ. നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ കിട്ടി. അപ്പോൾ അതേ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ച് പോവാം കേട്ടോ. ഇപ്പോൾ നേരെ ഇനി വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ.